നമ്മുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ IRB അതുപോലെ തന്നെ CPO സിവിൽ പോലീസ് ഓഫീസർ, പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ദെൻ ഓൾസോ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ. അപ്പോൾ ഇങ്ങനെ ഒരുപാടധികം നോട്ടിഫിക്കേഷൻ ഇതിനകം സബ് ഇൻസ്പെക്ടർ ടെലികമ്മ്യൂണിക്കേഷനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ നിരവധി നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പരീക്ഷ ഇവിടെ ജൂലൈയിൽ നടക്കാനായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്നലെ നമ്മൾ വാട്സപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ CPOൻ്റെയൊക്കെ ഒഫീഷ്യലായിട്ടുള്ള സിലബസ് ഒക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും എന്ന്. അപ്പോൾ അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട്, അതിൻ്റെ സിലബസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാടധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നിലവിൽ നിങ്ങൾക്കിതിന്, അതായത് ഈ ജൂലൈ മാസം നടക്കുന്ന പരീക്ഷയിലേക്ക് നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി 11/5/2025 ആണ്. എങ്ങനെയാണ് കൺഫർമേഷൻ നൽകേണ്ടതെന്നുള്ളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റ് നമുക്ക് തുടങ്ങാം. അതിനൊക്കെ കോമൺ ടെസ്റ്റാണ്, അതായത് പ്രിലിമിനറി ഒന്നുമില്ല, ഒറ്റ പരീക്ഷയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, അതായത് 477/2024 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. അതിൻ്റെ പരീക്ഷ നടക്കുന്ന ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 12/7/2025 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് 28/6/2025 റിലീസ് ചെയ്യുന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ 100 മാർക്കിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ 1.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 78,945 ഉദ്യോഗാർത്ഥികൾ, വനിതാ ഉദ്യോഗാർത്ഥികൾ അതിന് അപേക്ഷിച്ചിട്ടുണ്ട്. ഇതിന് ഓൾസോ നിങ്ങൾക്ക് സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്താലായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതെങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത് വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് വിളിച്ചതാണ്. ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് എല്ലായിടത്തേക്കും വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ആൺകുട്ടികൾക്ക് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതായത് കാറ്റഗറി നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്യുക. കാറ്റഗറി നമ്പർ 471/2024 എന്ന കാറ്റഗറി നമ്പറിൽ വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അതിൻ്റെയും കൺഫർമേഷൻ നിങ്ങൾക്ക് ഇപ്പം കൊടുക്കാം. പരീക്ഷ 12/2025 നടക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് ടോട്ടലായിട്ട് 1,28,972 ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. സിലബസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 1,00,000-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇവിടെ അപേക്ഷ സമർപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദെൻ ബാക്കിയുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് അതിൻ്റെ ചുവടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഡ്രൈവർ പോസ്റ്റും പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, SSC CC-കാർക്ക് വിളിച്ചിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ തന്നെ ആദ്യം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിംസിന് വേണ്ടി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ST ഉദ്യോഗാർത്ഥികളുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് കാണാൻ സാധിക്കും. പിന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ നമ്മുടെ വുമൺ പോലീസ് ബറ്റാലിയനിലേക്ക് WCPOൻ്റെ നോട്ടിഫിക്കേഷൻ അത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് 582/2024. എല്ലാത്തിനും പരീക്ഷ ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ നടക്കുന്നത്. അതായത് ഒരേ ഡേറ്റിൽ ഒരേ സമയത്ത് ഒരേ സിലബസിലാണ് നടക്കുന്നത്. വനിതകളുടേതെല്ലാം, എല്ലാ ആൺകുട്ടികളുടെയും CPOൻ്റെ എല്ലാം ഒരുപോലെ തന്നെയാണ് നടക്കുന്നത്. ഡേറ്റ് മാറ്റം ഉണ്ടാവാം, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഡേറ്റ് മാറ്റം ഉണ്ടാവാം. പക്ഷേ പരീക്ഷ സിലബസ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. എന്തായാലും നമുക്കത് മുന്നോട്ടേക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പരീക്ഷ 19/7/2025 അതിൻ്റെ പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് 5/7/2025 റിലീസ് ചെയ്യുന്നതാണ്. കൺഫർമേഷൻ ഇപ്പം കൊടുക്കാം. 100 മാർക്കിൻ്റെ പരീക്ഷയാണ്, 1.5 മണിക്കൂറാണ് ലഭിക്കുക. ടോട്ടലായിട്ട് അപേക്ഷിച്ചവരുടെ എണ്ണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 1,54,114 ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. സിലബസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലഭിക്കും. ഈ പേജ് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും, എങ്ങനെ ചെക്ക് ചെയ്യണം എല്ലാം ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് WCPOൻ്റെ എല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ വീഡിയോ പോസ് ചെയ്ത് നോക്കിയാലും മനസ്സിലാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പോസ്റ്റ് വിളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 18,000-ൽ കൂടുതൽ ആൾക്കാരാണ് അതിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സിലബസ് ഇവിടെ ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ST ഉദ്യോഗാർത്ഥികൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2,000 ചില്ലാനം ഉദ്യോഗാർത്ഥികളാണ് അതിന് അപേക്ഷ സമർപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിലേക്ക് കിടക്കാം. പോലീസ് കോൺസ്റ്റബിൾ 484/2024 ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ ഫോർ SC STക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളതായിരുന്നു. അതിന് 2,500 ചില്ലറ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SC STക്ക് മറ്റൊരു നോട്ടിഫിക്കേഷനും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പത്തനംതിട്ടയാണ്, മുകളിൽ തിരുവനന്തപുരമാണ്. അതിനും 2,000 ചില്ലാനം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. SC STക്ക് മറ്റൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച് കാണാൻ സാധിക്കും. ഇടുക്കിയിലേക്ക് 2,000 ചില്ലാനം അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ SC ST നമ്മുടെ
നമ്മുടെ തൃശ്ശൂരേക്ക് വിളിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4000 ചില്ലാനം അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ SC/ST തന്നെ ഇവിടെ മലപ്പുറത്തേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. 4000 ചില്ലാനം അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ, അതായത് നമ്മുടെ CPO പോസ്റ്റാണ് കേട്ടോ. ഇവിടെ മുതൽ നമ്മുടെ CPO പോസ്റ്റാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ മുതൽ നമ്മുടെ CPO പോസ്റ്റ്, അതായത് 78 മുതൽ 740/2024 നമ്മുടെ CPO പോസ്റ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ CPO പോസ്റ്റ് തിരുവനന്തപുരം SAPയിലേക്ക് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ പരീക്ഷ നടക്കുന്ന ഡേറ്റ് എല്ലാത്തിനും സെയിം ആണ്. അപ്പോൾ ഒന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, ബാക്കി നമുക്ക് അപേക്ഷകരുടെ എണ്ണം പറയാം. അപ്പോൾ പരീക്ഷ നടക്കുന്ന നമ്മുടെ CPOക്ക് അപേക്ഷ സമർപ്പിച്ചവരുടെ എല്ലാം പരീക്ഷ നടക്കുന്നത് 26/7/2025 ശ്രദ്ധിച്ചിരിക്കുക. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് 11/7/2025 റിലീസ് ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം. കൺഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നിനും വന്നിട്ടുള്ള അപേക്ഷകരുടെ എണ്ണം നമുക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു തിരുവനന്തപുരം മുതൽ നമുക്ക് താഴേക്ക് നോക്കി പോകാവുന്നതാണ്. ഏകദേശം അവിടെ വന്നിട്ടുള്ളത് 23,540 ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്തേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഇനി പത്തനംതിട്ട KAP 3 ആണ്, അവിടത്തേക്ക് അപേക്ഷിച്ചിട്ടുള്ളത് 17,508 ഉദ്യോഗാർത്ഥികളാണ്. അതുപോലെ തന്നെ ഇടുക്കി KAP 5 ആണ്, അപ്പോൾ അവിടത്തേക്ക് അപേക്ഷിച്ചിട്ടുള്ളത് 13,499 പേരാണ്, അതായത് 500-ൻ്റെ അടുത്ത ആൾക്കാർ തന്നെ. പിന്നെ എറണാകുളം KAP 1ലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത് 17,203 ആൾക്കാർ അവിടെ അപേക്ഷിച്ചിട്ടുണ്ട്. സിലബസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം എങ്ങനെ എടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂർ KAP 2 ആണ്, അവിടെ ഏകദേശം 17,489 ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ മലപ്പുറം MSP ആണ്, ഏകദേശം 25,232 ഉദ്യോഗാർത്ഥികൾ അവിടെ അപേക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം, അതായത് ബാക്കിയുള്ള ബറ്റാലിയൻ കൂടി നോക്കാം. അടുത്ത വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാസർഗോഡാണ്. കാസർഗോഡിലേക്ക് ഏകദേശം 16,121 ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ SSC/CC-കാർക്കുള്ള ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. പത്തനംതിട്ട KAP 2ലേക്ക് വിളിച്ചിട്ടുള്ളത് 500 ചില്ലാനം ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ത്യ റിസർവ് ബറ്റാലിയനിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യ റിസർവ് ബറ്റാലിയനിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് നോക്കാം. പോലീസ് കോൺസ്റ്റബിൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ്. അപ്പോൾ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ നമ്മുടെ 583/2024 എല്ലാവരും അപേക്ഷിച്ചിട്ടുള്ള നമ്മുടെ IRB പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 26/7 നമ്മുടെ CPOൻ്റെ കൂടെ തന്നെയാണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. CPO പരീക്ഷൻ്റെ കൂടെ തന്നെയാണ് ഇതും നടക്കുന്നത്. സിലബസ് ഒന്ന് തന്നെയാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും CPOൻ്റെ കൂടെ തന്നെയാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ CPOൻ്റെ അതേ മെത്തേഡിലായിരിക്കും നടക്കുന്നത്, വേറെ മാറ്റമൊന്നുമില്ല. ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ IRBക്ക് വന്നിട്ടുള്ളത് സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു കേട്ടോ, ബറ്റാലിയൻ ബേസിലൊന്നല്ല, സ്റ്റേറ്റ് വൈഡ് ആണ്. അപ്പോൾ ടോട്ടൽ ആപ്ലിക്കൻസിനെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് ഇവിടെ കൗണ്ട് ചെയ്തിട്ടിട്ടുള്ളത്. അപ്പോൾ ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് 1,49,293 ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ അപേക്ഷിച്ചിട്ടുണ്ട്. ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ, അതായത് ലിസ്റ്റ് മീൻസ് ഇതിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് CPOൻ്റെ സെയിം സിലബസ് തന്നെയാണ്. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം, ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ തന്നെ IRB മുസ്ലിംസിന് വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. 21,311 ഉദ്യോഗാർത്ഥികൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ച നോട്ടിഫിക്കേഷനാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ SSC/CC-കാർക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ളവർക്ക് ഏകദേശം 731 പേരാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഇപ്പം പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു PDF-ൻ്റെ ലിങ്ക് ഡയറക്റ്റ്ലി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ബ്രൗസർ ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സിലബസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് അതും കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് CPOൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ സ്റ്റേറ്റ് വൈഡ്. നമ്മളിപ്പം പറഞ്ഞ നമ്മുടെ IRBൻ്റെ ഏകദേശം 1,00,000-ൽ കൂടുതൽ അപേക്ഷകരുമായിട്ടുള്ള ആ ഒരു പോസ്റ്റ്, അതിൻ്റെ സിലബസ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ സിലബസ് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. സിലബസ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് പോലീസ് കോൺസ്റ്റബിൾ. കോമൺ ആയിട്ട് പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നുണ്ട്. അതിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ, അതുപോലെ തന്നെ പോലീസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് ബറ്റാലിയൻ പോലീസ്. അതായത് നമ്മുടെ IRBനെ കുറിച്ച് ഇതിൽ പറയുന്നില്ലെങ്കിലും IRBൻ്റെ സിലബസ് എന്നാണ് നമ്മളിത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ IRBൻ്റെയും അതുപോലെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ എല്ലാ സിലബസ് സെയിം തന്നെയാണ്, ഏകദേശം ഒരുപോലെ തന്നെയാണ് പരീക്ഷ നടക്കുന്നത്. ഇന്നലെ ഞാൻ ഇത് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പരീക്ഷൻ്റെ മെത്തേഡ് ഏകദേശം
കൂടുതൽ, അതായത് എല്ലാം കൂടി ഒരുമിച്ച് നടത്തുന്നു. IRB ആണെങ്കിലും പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിലും പരീക്ഷ ഒരുമിച്ച് നടത്തുന്നു. ഒരുമിച്ച് നടത്തിയതിന് ശേഷം കട്ട് ഓഫ് ഡിഫറൻ്റ് ആയിട്ട് ഇടാനാണ് സാധ്യത കൂടുതലും. IRBക്ക് കട്ട് ഓഫ് കോമൺലി സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ കൂടാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരുപാട് പേര് അപേക്ഷിച്ചാണല്ലോ. അപ്പോൾ കുറേ മാർക്ക്, കൂടുതൽ മാർക്ക് നിങ്ങൾ വാങ്ങിയാണെങ്കിൽ രണ്ടിൻ്റെ ലിസ്റ്റിൽ ഒരുമിച്ച് വരാൻ പറ്റും. അതുപോലെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ CPOൻ്റെ ലിസ്റ്റിൽ മാത്രമായി നിങ്ങൾ ചുരുങ്ങിപ്പോവും. നല്ല മാർക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമുള്ളൂ. നല്ല മാർക്ക് നേടിയ രണ്ട് ലിസ്റ്റിലും ഒരുമിച്ച് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന രീതിയിൽ ഒന്നിൽ കൂടുതൽ പരീക്ഷ, രണ്ട് പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ തന്നെ SSC CC-കാർക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ലൈക്ക് CPO ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് IRB ഉണ്ട്. അങ്ങനെ 3 പോസ്റ്റുകൾക്കെല്ലാം അപേക്ഷിച്ചവരുണ്ട്. അവർ നല്ല മാർക്ക് നേടുകയാണെങ്കിൽ ഈ 3 ലിസ്റ്റിൽ ഒരുമിച്ച് വരാൻ പറ്റും ഒറ്റ പരീക്ഷയിൽ. ആ ഒരു രീതിയിൽ നടത്താനാണ് സാധ്യത കൂടുതലും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചരിത്രം, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ ധനതത്വശാസ്ത്രം, അങ്ങനെ ഓരോന്നും ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടുണ്ട്, കേരളവും ഭരണ സംവിധാനവും, അതിൻ്റെ ഭരണ സംവിധാനങ്ങളും, അതുപോലെ തന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, അങ്ങനെ ഓരോരോ സിലബസ് നമ്മുടെ CPOൻ്റെ കോമൺ സിലബസ് തന്നെയാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൽ ചെറിയൊരു ചേഞ്ച് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് അനലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. WCPO ആണെങ്കിലും ഫയർ വുമൺ ആണെങ്കിലും ഫയർമാൻ ആണെങ്കിലും എല്ലാം ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട.